ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇവിടെ നിന്നൊരു ഹെയർ സ്പാ എങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഹെയർ സ്പാൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ യൂസ് എന്താണ്, നമ്മളത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും അതെങ്ങനെയാണ് മസാജ് കൊടുക്കേണ്ടത് എന്നുള്ള അതൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ്, ഏത് പ്രൊപ്പോർഷനിലാണ് എടുക്കേണ്ടത്, അത് എങ്ങനെയാണ് ഹെയർ സ്പാ ചെയ്യേണ്ടത്, ആ ഒരു ക്രീമിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ എടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹെയർ സ്പാൻ്റെ ഒരു ക്രീം, അത് ഞാനിന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഹെയർ സ്പാ ക്രീം കിട്ടും. അപ്പോൾ അത് നമ്മളൊന്ന് വാങ്ങുക. ഇതങ്ങനൊരു വൈറ്റ് കളർ ക്രീമാണ് ഹെയർ സ്പാ ക്രീം. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഈ ക്രീം നമ്മുടെ മുടിൻ്റെ അളവിനനുസരിച്ച് എടുക്കുക. ഏകദേശം നമുക്കിത് വീക്ക്ലി വൺസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇതാണ്ടില്ലേ, ഈ ഒരു ബൗൾ നമുക്ക് എടുത്ത് വെക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് ഹെയറിൻ്റെ തിക്നെസ്സും ലെങ്ത്തും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് എടുത്തോളൂ. നമുക്കറിയാമല്ലോ ഏകദേശം നമ്മുടെ മുടിൻ്റെ തിക്നെസ് എന്താണെന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഹെയർ സ്പാൻ്റെ ക്രീം എടുക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് നല്ല പൈസയൊക്കെ ചിലവാക്കി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് നന്നായി മസാജ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ട ആ ഒരു പ്രൊപ്പോർഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് പൈസ ചിലവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ചെയ്യാം ഹെയർ സ്പാ വളരെ ഈസി ആയിട്ട്. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഇതാ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. ഇത് നമ്മൾ മുടിക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഹെയറിൻ്റെ തന്നെ ക്യാപ്സ്യൂൾ കിട്ടും, ഹെയർ ക്യാപ്സ്യൂള്. അത് ഇപ്പം എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അത് എല്ലായിടത്തും നമുക്ക് അങ്ങനെ അവൈലബിൾ അല്ല. അത് കിട്ടുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇനി ആ ഒരു ടാബ്ലറ്റ് കിട്ടുന്ന സമയത്ത് അത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരു ടാബ്ലറ്റ് എടുക്കാം. 1 or 2 ടാബ്ലറ്റ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ ഒരു ടാബ്ലറ്റ് എടുക്കുന്നുള്ളൂ. മാക്സിമം 3 എണ്ണം വരെ എടുക്കാം കേട്ടോ, അതിൽ കൂടുതൽ എടുക്കണ്ട. ഇത് കണ്ടില്ലേ, നമ്മളൊരു സേഫ്റ്റി പിന്നുകൊണ്ട് ചെറുതായിട്ടൊരു അതിലൊരു ഹോൾ ഇട്ടു. അതിന് ശേഷം അതിനെ നമ്മൾ ഫുള്ള് ഇതിലോട്ട് ഇങ്ങനെ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജെല്ല് പോലെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത് മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മസാജിലൂടെ നല്ല ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഹെയറിന് കിട്ടും. നമ്മുടെ തലയോട്ടിയിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോൾ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ പോവും. ഡാൻഡ്രഫ് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ, അതായത് സ്കാൾപ്പ് നല്ല പോലെ ഡ്രൈ ആവുമ്പോൾ അല്ലെങ്കിൽ നല്ല പോലെ ഓയിലി ആവുന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു 2 സ്റ്റേജ് അല്ലാതെ അതിൻ്റെ ഒരു മീഡിയം സ്റ്റേജിൽ നമ്മൾ എപ്പോഴും സ്കാൾപ്പിനെ നിർത്താൻ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സ്പാ നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അതപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ ഒരു ക്യാപ്സ്യൂൾ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ക്യാപ്സ്യൂൾ 3 ക്യാപ്സ്യൂൾ വരെ യൂസ് ചെയ്യാം. നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചിട്ട് സ്പാ ക്രീം എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് നന്നായി എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് തലയോട്ടിയിലും അതുപോലെ തന്നെ തലയിലുള്ള മുടി ലെങ്ത്ത് എത്ര വരെ ഉണ്ടോ ആ ലെങ്ത്ത് വരയ്ക്കും ഫുൾ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെറ്റിൻ്റെ മോൾ ഭാഗം മുതൽ ആ ഒരു ലെങ്ത്തിൽ അവിടെ നിന്നുള്ള ആ മുടി മുതൽ മുടിൻ്റെ ടിപ്പ് വരയ്ക്കും നമുക്ക് യൂസ് ചെയ്യാം. നല്ലതാണ്, മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാനായിട്ട് ഈ ഹെയർ സ്പാ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നല്ലൊരു ക്യാപ്പ് കൊണ്ട് നമ്മൾ ഹെയർ ഒന്ന് നന്നായിട്ട് കവർ ചെയ്യാം. നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, ഹെയർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് നമ്മൾ തലയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സ്റ്റീമിങ് ആവാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ക്യാപ്പ് ഇല്ലാത്ത ആളുകൾ വീട്ടിൽ കവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് മുടി ഒന്ന് കവർ ചെയ്യാവുന്നതാണ്. ഈ സ്റ്റീമിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുടി നല്ല ബ്ലഡ് സർക്കുലേഷൻ തലയ്ക്ക് കിട്ടാനും അതുപോലെ തന്നെ മുടിയിൽ എന്തെങ്കിലും ഡാൻഡ്രഫോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാനും ഹെൽപ്പ് ചെയ്യും.
അതിനുശേഷം 20 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുക. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു കൊണ്ട് വാഷ് ചെയ്ത് കളയണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ഇല്ല ഷാമ്പു യൂസ് ചെയ്യണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഒന്നുകൂടി നമുക്ക് എഫക്റ്റീവ് ആവുക. കാരണം നമ്മൾ സ്പാ ഒക്കെ ചെയ്തതല്ലേ. അപ്പോൾ നമുക്ക് ഒരു 2-3 ഡേയ്സിന് നമ്മൾ ഷാമ്പു ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ മുടി നമുക്ക് ഒട്ടിപ്പിടിച്ച പോലെ അങ്ങനെ ഉണ്ടാവും. ഒരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു പഫിനെസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ള ആളുകളാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്തോളൂ. ഒന്നും പ്രശ്നമില്ല. നല്ല നമുക്ക് എക്സ്പെൻസീവായിട്ട് ചെയ്യുന്ന ഒരു സ്പാ നമുക്ക് വീട്ടിൽ തന്നെ എത്ര എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാപ്സ്യൂളും അതുപോലെ തന്നെ ഈ ഒരു സ്പാ ക്രീമും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് പ്രോസസ്സാണ്. മുടിക്ക് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.